ദൃശ്യമാധ്യമങ്ങളിലെ ഇന്നത്തെ ഒരു പ്രധാന വാർത്ത ജോസ് കെ മാണി പാലായിലും നിഷ ജോസ് കെ മാണി കടുത്തുരുത്തിയിലും മത്സരിക്കുമെന്നാണ്. പല പ്രാവശ്യം ജോസ് കെ മാണി നേരിട്ട് നിഷേധിച്ചിട്ടുള്ള ഒരു വിവരം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് എതിർ സ്ഥാനാർത്ഥികളുടെ ഉൾഭയത്തിൽ നിന്നുണ്ടാകുന്ന ജൽപ്പനങ്ങളാണ്. എന്നാൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് പാലായിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി കളം പിടിക്കും. കടുത്തുരുത്തിയിൽ ജോസ് കെ മാണി അല്ലാതെ മറ്റൊരാൾ നിന്നാൽ വിജയസാധ്യതയില്ലെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. കടുത്തുരുത്തിയിൽ ഫൈമി കാമുകന്മാരായി ഏകദേശം 8ഓളം പേർ കളത്തിൽ നിറഞ്ഞാടുന്നുണ്ട്. അവിടെ ആര് നിന്നാലും മറ്റുള്ള എല്ലാ കാമുകന്മാരും കൂടി കാലുവാരുമെന്ന അവസ്ഥയിലാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ജോസ് കടുത്തുരുത്തിയിൽ മത്സരിച്ചില്ലെങ്കിൽ കടുത്തുരുത്തി സീറ്റ് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും. ഈ അവസ്ഥയിലാണ് പാർട്ടിയെ സ്നേഹിക്കുന്ന സ്ഥാനാർത്ഥി മോഹികളല്ലാത്ത കടുത്തുരുത്തിയിലെ പ്രവർത്തകർ. നിഷയുടെ പേര് ഇടയ്ക്കിടയ്ക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിൽ ആശങ്ക ഉണ്ടാക്കുക എന്നത് മാത്രമാണ് അത് ഉയർത്തിക്കൊണ്ട് വരുന്നവർ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാൽ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരുടെ ദുരുദ്ദേശം നടക്കില്ലെന്നാണ് ജോസിനോടടുത്ത വൃത്തങ്ങൾ അഭിപ്രായപ്പെടുന്നത്. ജോസിനെ കുടുംബത്തോടെ ആക്ഷേപിച്ച് മണ്ഡലത്തിൽ ആശയഭിന്നത ഉണ്ടാക്കണം എന്നത് മാത്രമാണ് എതിർ സ്ഥാനാർത്ഥികളുടെ ഉദ്ദേശം. നിഷ മത്സരരംഗത്തുണ്ടാകില്ലെന്ന് നിഷയും ജോസും പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും നിഷയെ വലിച്ചിഴയ്ക്കുന്നത് ജോസിനെയും കുടുംബത്തെയും അപമാനിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും കടുത്തുരുത്തിയിലെയും പാലായിലെയും NDA UDF സ്ഥാനാർത്ഥികൾ ആകെ കൺഫ്യൂഷനിലാണ്. കടുത്തുരുത്തിയിലെ UDF സ്ഥാനാർത്ഥി നേരിടുന്ന പ്രധാന വിഷയം ജോസ് കെ മാണി മത്സരിക്കാൻ വരുന്നുണ്ടോ എന്നുള്ളതാണ്. ജോസിന്റെ തീരുമാനം പറയാത്തത് കൊണ്ടാണ് ഏറ്റുമാനൂർ സീറ്റ് ജോസഫ് ഗ്രൂപ്പ് കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ താമസം കാണിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ആവട്ടെ കടുത്തുരുത്തിയിൽ സ്ഥാനാർത്ഥിയായി മോൻസിനെ പ്രഖ്യാപിച്ചതിന് ശേഷം ജോസിനെ പ്രഖ്യാപിക്കുവാനാണ് ഊഴം കാത്തിരിക്കുന്നത്. നേരത്തെ ജോസിനെ കടുത്തുരുത്തിയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ മോൻസ് ഏറ്റുമാനൂരേക്ക് കളം മാറ്റി ചവിട്ടുമോ എന്ന ഭയം കേരള കോൺഗ്രസിനെ അലട്ടുന്നുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. വരും മണിക്കൂറുകൾക്കുള്ളിൽ ഇതിനെല്ലാം ഒരു പരിഹാരമാകും.